ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണ സമ്മേളനത്തിൽ ഏകപക്ഷീയമായി ഒരു അധ്യാപക സംഘടനയെ മാത്രം ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് KPSTA നേതൃത്വത്തിൽ കായംകുളം ഉപജില്ല SSK ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ബിജു ധർണ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണ സമ്മേളനത്തിൽ ഏകപക്ഷീയമായി ഒരു അധ്യാപക സംഘടനയെ മാത്രം ഉൾപ്പെടുത്തിയതിനെതിരെ KPSTA കായംകുളം ഉപജില്ല SSK ഓഫീസിനു മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. പ്രശാന്ത് ആറാട്ടുപുഴ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരെ ഒക്കെ തന്നെ അധ്യാപക സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അധ്യാപക സംഘടനയെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടി, ആ പരിപാടിക്കെതിരെ ശബ്ദമുയർത്തുവാനാണ് ഇന്ന് KPSTA ഇവിടെ ധർണാ സമരം നടത്തുന്നത്. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഗിഫ്റ്റഡ് ചിൽഡ്രന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നൽകിയ KPSTA മറന്നുകൊണ്ട് രാഷ്ട്രീയ തിമിരം ബാധിച്ചവരെ പോലെ KPSTA ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടി, ഈ പ്രവർത്തനങ്ങൾ കായംകുളം ഉപജില്ല KPSTA കമ്മിറ്റി തീർത്തും അപലപിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇനി മേലാൽ പോലും കായംകുളം ഉപജില്ലയിൽ നടക്കുവാൻ പാടില്ല. ഇതൊരു താക്കീതാണ്. ഈ താക്കീത് കണ്ട് പഠിച്ചില്ലെങ്കിൽ വീണ്ടും അനവധി സമരങ്ങൾ ഈ BRCയുടെ മുമ്പിൽ നടത്തുവാൻ ഞങ്ങൾ സന്നദ്ധരാകുമെന്ന് അറിയിക്കുകയാണ്. ഇതിന്റെ നിരവധി കാര്യങ്ങൾ പറയുന്നതിനായി KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ബിജു ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു തൊഴിലധിഷ്ഠിത പരിശീലനത്തിന് ആ കുട്ടികളുടെ രക്ഷകർത്താക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സർട്ടിഫിക്കറ്റ് വിതരണത്തിൽ ഒരു സംഘടനയെ മാത്രം, അതിന്റെ നേതാക്കന്മാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകപക്ഷീയമായി രാഷ്ട്രീയ തിമിരം ബാധിച്ച കായംകുളം BRCയുടെ നടപടിക്കെതിരെയാണ് ഇന്ന് കായംകുളം BRCയുടെ കീഴിൽ ഇന്ന് ഈ ധർണ നടത്തുന്നത്. ഇതാരുടെയും വ്യക്തിപരമായ സംഘടനാപരമായ കാര്യമല്ല. ഇതൊരു സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണ്. ആ പരിപാടിയിൽ സർക്കാർ വിലാസം സംഘടനയെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ഈ കസേരയിൽ ഇരുത്തിയവരോടുള്ള കൂറ് തെളിയിക്കാനാണെങ്കിൽ ആ കസേര മുള്ളുകൾ നിറഞ്ഞൊരു കസേരയായി മാറുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. ഇതിനേക്കാളും വലിയ BRCമാരെയും BPCമാരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശക്തമായ സമരം ഈ BRCയുടെ മുന്നിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ സമരം കൊണ്ട്, ഈ സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരമ്പരകൾ ഈ BRCയുടെ മുമ്പിൽ KPSTA നേതൃത്വത്തിൽ നടത്തുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. ഇതിനു മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അത് ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അത് ഉണ്ടാകത്തില്ല, ആവർത്തിക്കത്തില്ല എന്നൊക്കെയാണ് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ സംഘടനാ നേതാക്കന്മാരോട്, KPSTA നേതാക്കന്മാരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 1-2 സംഭവങ്ങൾ ഞങ്ങൾ വിട്ടുകളഞ്ഞതാണ്. പക്ഷേ അതിനുശേഷമാണ് ഇതുപോലെ ഓട്ടിസം സെന്ററിൽ വെച്ച് നടന്ന ഒരു വലിയ പരിപാടിയിൽ KSTA ജില്ലാതല നേതാക്കന്മാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന QIP മീറ്റിംഗിൽ പങ്കെടുക്കാൻ അർഹതയുള്ള KPSTA അടക്കമുള്ള ധാരാളം സംഘടനകൾ പുറത്തു നിൽക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ ആവർത്തിച്ചാൽ ശക്തമായ പ്രതിഷേധ സമരം നടത്തുമെന്നും BRC ഉപരോധമടക്കം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി R. തനുജ, സംസ്ഥാന നിർവാഹക സമിതി അംഗം K. രഘുകുമാർ, ജില്ലാ ട്രഷറർ രാജീവ് കണ്ടലൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം B. രാധാകൃഷ്ണൻ, പ്രമോദ് ജേക്കബ്, K. ശ്യാംകുമാർ, SK സുരേഷ് കുമാർ, SN കൃഷ്ണകുമാർ, ഷിത, ഗോകുൽജി, ആശ S. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.